ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ 2004 മുതൽ 2014 വരെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഭീകരാക്രമണങ്ങൾ നടത്തിയതെല്ലാം ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് സുപ്രീം കോടതി തന്നെ തെളിവ് സഹിതം അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളതാണ്. മുഴുവൻ ഏജൻസികളും അത് ഒരുപോലെ തന്നെ പറഞ്ഞു. ഇത് എല്ലാം നടക്കുന്ന സമയത്തും ഇപ്പോ അവസാനമായിട്ട് നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒരു ഭീകരാക്രമണം, അവിടെ ക്ഷേത്ര ദർശനത്തിന് പോയ ഹിന്ദു സമൂഹത്തിന് നേരെ ഭീകരാക്രമണം നടന്നിരിക്കുന്ന ഒരു പിഞ്ച് 2 വയസ്സുകാരൻ വരെ അതിൽ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം നടത്തിയത് ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയാണ് എന്ന് പോലും പറയാനുള്ള ധൈര്യം കാണിക്കാത്ത രാഹുൽ ഗാന്ധി പാർലമെന്റിൽ യഥാർത്ഥത്തിൽ ഹിന്ദുവിന്റെ ശത്രുവാകുകയാണ്. അതായത് ഈ പ്രസംഗം കൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ്, ഞങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കാൻ തയ്യാറാണ്, ഹിന്ദുവിനെ അടച്ചാക്ഷേപിക്കാൻ ഞങ്ങളുടെ അജണ്ടയിൽ 1-ാം സ്ഥാനമുണ്ട്. ഇങ്ങനെ വ്യക്തമാക്കുകയാണ്. ഹിന്ദു വിരുദ്ധത വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം സംഘടിത വോട്ട് വേണം. ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി. 99 സീറ്റ് വരെ എത്തിയത് ഈ രാജ്യത്തെ സംഘടിത മുസ്ലിമിനെ പ്രീണിപ്പിച്ചത് കൊണ്ടാണ്. അതിനിവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ കോൺഗ്രസിന് സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. അവരുടെ പിന്തുണ കിട്ടി. ആ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്കുള്ള നന്ദി പ്രമേയമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഇസ്ലാമിക തീവ്രവാദത്തോടും ഇന്ത്യ വിരുദ്ധ ശക്തികളോടും രാഹുൽ ഗാന്ധി നടത്തിയ നന്ദി പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ടുള്ള പാർലമെന്റിലെ ഈ പ്രസംഗം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടും എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ഇനി വരാൻ പോകുന്ന നാളുകളിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. ഈ രാജ്യത്ത് ഇനി ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പല നിയമസഭാ തിരഞ്ഞെടുപ്പുകളും വരാനിരിക്കുകയാണ്. ദില്ലി അടക്കമുള്ള പല സംസ്ഥാനങ്ങളും അതിന്റെ ഭാഗമാണ്. ഹരിയാന അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോ ഈ വട്ടം അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് വോട്ട് നൽകിയ പ്രത്യേകിച്ച് ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 5 സീറ്റുകൾ വരെ എത്തിയിട്ടുണ്ട് കോൺഗ്രസ്. 10-ൽ 5 കോൺഗ്രസ് ആണ് നേടിയത്. അപ്പോ ഇങ്ങനെ ഒരു മാറ്റം കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹിന്ദു സമൂഹത്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്തത് ഒരു അബദ്ധമായ ഒരു കാര്യമായിട്ട് ഇനി കാണാൻ ഇനി ഹൈന്ദവരിന് അങ്ങനെ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആരെങ്കിലും ഹിന്ദുക്കളായിട്ടുള്ളവര് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടാണല്ലോ കോൺഗ്രസിന് ഇത്ര സീറ്റ് കിട്ടുന്നത്. മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി വിജയിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം അപ്രാപ്യമായിരുന്ന 10 വർഷക്കാലത്തിന് ശേഷം ആദ്യമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ക്യാബിനറ്റ് റാങ്കോടെ എത്തുമ്പോൾ ആരാണോ തങ്ങളെ വോട്ട് ചെയ്ത് 99 സീറ്റിൽ എത്തിച്ചത് അതേ ഹിന്ദുവിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം, അതും പാർലമെന്റ് പ്രസംഗത്തിൽ രേഖാമൂലം രേഖപ്പെടുത്തപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് ചെയ്യുമ്പോൾ സ്പീക്കർ തടസ്സപ്പെടുത്തി, പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു, അതുപോലെ തന്നെ മന്ത്രിമാർ ഇടപെട്ടു, നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴും ആവർത്തിച്ച് ആ കാര്യം പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ആതങ്കവാദികളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഈ രാജ്യത്ത് BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ് നടപ്പിലാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ ഞങ്ങൾ വന്നാൽ നടപ്പാക്കില്ല, ഞങ്ങൾ ഇത് എടുത്തു കളയും. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ വന്നാൽ 370-ാം വകുപ്പ് എടുത്തു കളയും, ഞങ്ങൾ വന്നാൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കിയാൽ അത് പാകിസ്ഥാന് കൊടുക്കും. ഇങ്ങനെയൊക്കെ അപകടകരമായ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ രാജ്യവിരുദ്ധ പരാമർശങ്ങളുടെ ഒക്കെ പേരിൽ രാജ്യസ്നേഹികളുടെ ശക്തമായ തിരിച്ചടി കോൺഗ്രസ് വാങ്ങിച്ചു കൂട്ടുക തന്നെ ചെയ്യും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം മണ്ടത്തരാണ് വിളിച്ചു പറഞ്ഞത്. അതായത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തൂത്തുവാരും, BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ ചിരിക്കല്ലാതെ എന്താ ചെയ്യുക? ഇത്ര വിഡ്ഢികളെ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അവരോധിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നാളെ പുനരാലോചിക്കുകയില്ലേ? ഞാൻ ആശങ്കപ്പെടുന്നത് അതാണ്. കാരണം ഇവരൊക്കെ കൂടി പ്രതിഷ്ഠിച്ച് 10-38 പാർട്ടി കൂടിയാണ് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് എങ്കിൽ ഈ പൊട്ടനെ ചുമക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് നാളെ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യത്തിലെ തലയ്ക്ക് വെളിവുള്ള ആൾക്കാര് പറഞ്ഞുകൂടായില്ല. അതുകൊണ്ട് ഇത്ര വിഡ്ഢിയായിട്ടുള്ള ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്തിയതിൽ പ്രതിപക്ഷ കക്ഷികൾ
പുനരാലോചന നടത്താനും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയാണ് എന്നുള്ള രീതിയിലേക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ശൈലിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ 2014 മുതൽക്കേ തന്നെ അങ്ങനെ ഒരു ശൈലിയിൽ മുന്നോട്ട് പോകുന്നു. ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയില്ലാതെ ഏതെങ്കിലും ഒരു നേതാവിന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. ഭാരതത്തിലെ ഹിന്ദുക്കളുടെ പിന്തുണയില്ലാത്ത ഒരു രാഷ്ട്രീയ മുന്നേറ്റവും ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല. കാരണം ഭാരതത്തിന്റെ ജനസംഖ്യ, ഭാരതത്തിന്റെ ജനാധിപത്യ ചരിത്രം എല്ലാം അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഹിന്ദുക്കൾക്കെതിരായിട്ട് നീങ്ങിക്കൊണ്ട് ഇത് ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു അഹങ്കാരം തോന്നുന്നത്? കാരണം ഹിന്ദു വിഡ്ഢികളാണ്, ഹിന്ദുവിനെ പറ്റിക്കാൻ കഴുതകളാണ്. അതുകൊണ്ട് കഴുത ഹിന്ദുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, സംഘടിത മുസ്ലിമിന്റെ വോട്ടും കൂടെ വാങ്ങിയാൽ അധികാരത്തിലെത്താം എന്നുള്ള തോന്നൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോ കേരളത്തിലേക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള കേരളത്തില് മഹാഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസിന് കിട്ടി. അപ്പോ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്നത് കഴുത ഭൂരിപക്ഷമാണെന്നും ഈ ഭൂരിപക്ഷ കഴുതകൾ വീണ്ടും ഞങ്ങളെ അധികാരത്തിൽ എത്തിച്ചുകൊള്ളുമെന്നുമുള്ള ആ തോന്നലാണ് കോൺഗ്രസിനെ ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ കേരളത്തിൽ നമുക്കറിയാം, കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല, പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. പക്ഷെ ആ വോട്ട് ഷിഫ്റ്റിങ് കേരളത്തിലെ ഉദാഹരണം എടുത്താൽ പോലും 15% ഉണ്ടായിരുന്ന BJP വോട്ട് 20%ആക്കി വർദ്ധിപ്പിച്ചുവെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് അത് 20-ൽ നിന്ന് 30-ഓ 35-ഓ ആകുന്ന ഒരവസരം വന്നാൽ മഹാഭൂരിപക്ഷം സീറ്റുകളും BJP കേരളത്തിൽ വരും. കാരണം ഇത് കണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉണ്ടായിരുന്ന ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ അടപടലം BJPയിലേക്ക് ഒഴുകിയെങ്കിൽ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ്. കാരണം കോൺഗ്രസിലേക്ക് ഒഴുകുമായിരുന്ന, കോൺഗ്രസിന് ഗുണം കിട്ടുമായിരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി നശിപ്പിച്ചു. കാരണം രാഹുൽ ഗാന്ധിയുടെ മനസ്സിനകത്തുള്ള ഹിന്ദു വിരോധം ഇത്ര വ്യക്തമായി മറ നീക്കി പുറത്തു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവിടെ രാഹുൽ ഗാന്ധിയെ തടയാനോ തിരുത്താനോ കോൺഗ്രസിൽ നിന്ന് ആരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഈ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അജണ്ട തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ കോൺഗ്രസിൽ ആരെങ്കിലും രാഹുൽ ഗാന്ധിയെ തിരുത്തുകയോ അല്ലെങ്കിൽ അവര് പ്രസംഗിക്കുമ്പോൾ അത് അങ്ങനെയല്ല രാഹുൽ ഉദ്ദേശിച്ചതെന്ന് പറയുകയോ ഒന്നുമില്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്ന് ആവർത്തിച്ച് അടിച്ച് ഉറപ്പിച്ച ഒരു പ്രസംഗമാണ് പാർലമെന്റ് നടന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മുസ്ലിം സംഘടന, ഇപ്പൊ മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളാണെങ്കിലും അവരെക്കാളൊക്കെ തീവ്രമായിട്ടുള്ള ഹിന്ദു വിരുദ്ധത ഞങ്ങൾക്കാണുള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് നടന്നത്. ആ മത്സരത്തിൽ മുസ്ലിങ്ങളുടെ മുമ്പിൽ വിജയിച്ചാൽ ഇന്ത്യയിലെ ഹിന്ദു മഹാഭൂരിപക്ഷം കേരളത്തിലടക്കമുള്ള സീറ്റുകളിൽ നിന്ന് തൂത്തെറിയുക തന്നെ ചെയ്യും കോൺഗ്രസിനെ. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ.